ഇംഗ്ലീഷ് പഠിക്കാനായിട്ടൊരു ബുക്ക് വാങ്ങിപ്പിച്ചേക്കുന്ന ക്ലീറ്റോ ചേട്ടനെ കൊണ്ട്. വൃത്തികേടല്ലേ ചെയ്തത്? അങ്ങനെ ചോദിക്കണമെങ്കിലേ അവർ വരുമ്പോൾ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഡ്രസ്സ് പഠിച്ചിട്ടില്ലേ? അത് ഞാൻ അവിടുത്തെ പറഞ്ഞു. അത് വൃത്തിയുള്ളതാണ്, അത് വൃത്തികേടല്ലേ? അത് വൃത്തികേടാണെങ്കിൽ അങ്ങനെ സഹിച്ചോ ചേച്ചി. ഇതുമല്ല ഇതിനപ്പുറം കാണിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഞാൻ പറയാഞ്ഞത്. ഏട്ടനായിട്ട് ഇനി അത് പറയാതിരുന്നാൽ മതി. ഞാൻ പറയാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ ചോദിക്കണേ, ഇത് ഇത്തിരി ഓവറല്ലേ? നമ്മൾ ഒരു ഓവറും അല്ല. വേറൊരു കാര്യം ഞാൻ പറയാം. അവർ വന്ന് തിരിച്ച് പോകുന്നത് വരെ ഏട്ടൻ SI. SI അത് മതി. അമ്മാവന്റെ വാഴപ്പണ കനവും അച്ചമ്മയ്ക്ക് എഴുതി കൊടുക്കുന്ന കാര്യം പറയുന്നത് ഞാൻ 2 കണ്ണുകൊണ്ട് കണ്ടു, 2 ചെവി കൊണ്ട് കേട്ടു. നിന്റെ കണ്ണും ചെവിയും കൊണ്ട് കേട്ടതാണെന്നുണ്ടെങ്കിൽ നിനക്ക് മിസ്റ്റേക്ക് പറ്റിയ. ഇത് അമ്മ വാഴപ്പഴമെന്ന് വല്ലതും പറഞ്ഞായിരിക്കും വാഴത്തോട്ടം എന്ന് കേട്ടത്. തമാശ ഇവിടെ ഒന്ന് പറയും. എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും അറിയണമല്ലോ. മറിക്കേ ഇപ്പൊ ഒരു അട്ടഹാസവും പൊട്ടിത്തെറിയും പടക്കം പൊട്ടലും ഒക്കെ കേൾക്കാം. ശ്രദ്ധിച്ചില്ല? ഞാൻ ഇവിടുത്തെ ആരാണ്? നിനക്ക് അറിഞ്ഞൂടെ നീ ആരാണ്? നിങ്ങളുടെ മകളാണോ ഞാൻ? ആണോ? അത് സംശയമായ ഇപ്പം. അമ്മാവൻ ആരാ? ഇടാ അമ്മാവൻ ആരാ? ഇതിപ്പോ ഏത് നാടകങ്ങൾ കളിക്കുന്നു? ഓഹോ നടാ. അമ്മാവന്റെ വാഴ അല്ല, അമ്മാവന്റെ വാഴത്തോട്ടം എനിക്ക് കൂടി അവകാശപ്പെട്ടത്. അതങ്ങനെ ഇവന് തന്നെത്താനെ അങ്ങോട്ട് എഴുതി കൊടുക്കാന്ന് വിചാരിക്കും. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങള് പത്രത്തിൽ വായിച്ചു. ഈ പത്രത്തിലിട്ടാടാ. കുട്ടി ഇൻസ്റ്റാഗ്രാം എന്താണെന്നറിയോ? നമ്മുടെ കിലോഗ്രാമിന്റെ മൂത്തമ്മായി. അതൊരു പ്ലാറ്റ്ഫോമാണ് കുട്ടി. വെറുതെ അല്ലടാ, ഞാൻ ഈ ട്രെയിനിലൊന്നും പോവാറില്ല. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ബസ്സിലേ പോകൂ. അവിടെയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമും ഇല്ല. കണ്ട അസല് കാരവാൻ ലുക്ക് സ്വഭാവമാണെങ്കിൽ പെട്ടി ഓട്ടോറിക്ഷ. ചില കാര്യങ്ങൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുക. ഞാൻ എല്ലാം കണ്ടില്ലാന്നും കേട്ടില്ലാന്നും വെക്കലുണ്ട്. കഴിഞ്ഞ ദിവസോള് കോണിയും വന്ന് താഴെ വീണ് കാലൊടിഞ്ഞത് ഞാൻ കണ്ടില്ലാന്ന് വെച്ചില്ലേ? ഓളവിടെ കിടന്ന് അലറി വിളിച്ചത് ഞാൻ കേട്ടില്ലാന്ന് വെച്ചില്ലേ? ഇതിലപ്പുറം ഞാൻ എന്തെന്നാ വേണ്ടത്? എല്ലാ ശാന്തേ എന്നിട്ട് ഓല ആശുപത്രി ചെന്നോക്കും പോയിക്കില്ലേ? പോയിക്ക് ഞാനവിടെ ചെല്ലും. മോളൊരു ബെഡ് കിടന്നിട്ട് എന്നോട് പറയാ പഞ്ഞിക്കിടക്ക അമ്മേന്ന്. പഞ്ഞിക്കിടക്ക അമ്മേന്നല്ല, എന്നെ പഞ്ഞി കൊടുന്നാ പറഞ്ഞ. എന്തായാലും ഇഞ്ഞൊന്ന് സൂക്ഷിച്ച. അവളെ പേർന്നേനു? മേന്മ ഗുണമേന്മ തീരെ ഇല്ല.